നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ സുജിത്വാidyan. ഇന്ന് നമ്മൾ ഒരു വലിയൊരു പ്രോഗ്രാമാണ് ചെയ്യുന്നത്. 200 പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മുടെ LMSനകത്ത് ഒരു UP സ്കൂളുണ്ട്. ആ UP സ്കൂളിലെ കുട്ടികളും പിന്നെ ഇവിടുത്തെ ടീച്ചേഴ്സ്, മറ്റ് PTA പിന്നെ നമ്മുടെ ബ്ലോഗേഴ്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട് അവർക്കുള്ള ക്രിസ്മസ് സെലിബ്രേഷനാണ്. അപ്പം അതിൻ്റെ വിശേഷമാണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് അകത്തോട്ട് പോകാം, അതിൻ്റെ വിശേഷങ്ങൾ കാണാം കൂടുതലായിട്ട്. ഈ ഇവൻ്റ് ഞാൻ മാത്രമായിട്ടല്ല നടത്തുന്നത്. എൻ്റെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ ടൂർ ഓപ്പറേറ്റേഴ്സിൻ്റെ അസോസിയേഷനായ, അതായത് ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി അസോസിയേഷനായ സ്കാളും YWCയിലെ മെമ്പേഴ്സും കൂടാണ്. നമ്മൾ ഈ കാണുന്ന മുറ്റത്ത് വെച്ചാണ് എല്ലാം പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ബാക്കി ആൾക്കാരൊക്കെ എത്തി കട്ടിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ചിക്കനെല്ലാം കഴുകി വൃത്തിയാക്കി ഇനി അത് മാരിനേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ചിക്കന് നോർമലി ബിരിയാണിക്ക് 1:1 എന്നാണ്, അതായത് 1 കിലോയ്ക്ക് 1 കിലോ മീറ്റ് എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ പ്രാവശ്യത്തിൽ കൂടുതൽ എടുത്തിട്ടുണ്ട്. പീസ് കണക്കാക്കി എടുത്തത്, ഇത്രയും കുട്ടികളുണ്ടായതുകൊണ്ട് അത്രയും 200 പേർക്കുള്ള പീസ് കണക്കാക്കി എടുത്തത്. കുറച്ച് കൂടുതൽ ചിക്കനുണ്ട്. ഇത് മാരിനേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി, പച്ചമുളക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേസ്റ്റ് ചെയ്തെടുത്ത് അരച്ചെടുത്ത പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, ഗരം മസാല, ഉപ്പ്, കാശ്മീരി ചില്ലി, ഒരു കളറിന് വേണ്ടിയാണ് കാശ്മീരി ചില്ലി യൂസ് ചെയ്യുന്നത്, പിന്നെ തൈരും. ഇത് ഇത്രയും എടുത്താണ് ഇതിനെ മാരിനേറ്റ് ചെയ്യാനായിട്ട് മിക്സ് ചെയ്യുന്നത്. അത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച്, നിങ്ങൾക്കറിയാമല്ലോ മാരിനേറ്റ് ചെയ്യുന്ന രീതി അറിയാമല്ലോ. മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് ഓൾമോസ്റ്റ് ഒരു മണിക്കൂറിൽ കൂടുതൽ ഇത് ഇരുന്നാൽ മാത്രമേ ഇതിൻ്റെ കറക്റ്റായിട്ട് മസാല പിടിച്ച് ചിക്കൻ പരുവായി വരുള്ളൂ. നമുക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം അടുപ്പ് കത്തിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു ട്രഡീഷൻ, അതിനുവേണ്ടി ഞാൻ കർപ്പൂരം കത്തിച്ച് അതിൽ നിന്ന് തീ എടുത്തിട്ടാണ് അടുപ്പ് കത്തിക്കുന്നത്. അത് ഒരു ട്രഡീഷൻ്റെ ഭാഗമായിട്ടെന്നേ ഉള്ളൂ ഞാനത് യൂസ് ചെയ്യുന്നത്. തീ നല്ല ഫുൾ ഫ്ലെയിമിലിട്ട് നമ്മൾ ഓൾറെഡി വെള്ളം നിറച്ചങ്ങൾ കണ്ടല്ലോ, ഇതിനെ തിളപ്പിക്കുമ്പോഴത്തേക്ക് നമുക്ക് പോയി അരി കഴിയും. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ അരിയുന്നത് കണ്ടു, മാരിനേറ്റ് ചെയ്യുന്നത് കണ്ടു. കുക്കിങ്ങിലേക്ക് പോവാണ്. ആദ്യം നമുക്ക് അരി വേവിച്ച് മാറ്റി വെക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് ഇത് തിളപ്പിക്കുവാണ്. ഇത് തിളച്ച് കഴിഞ്ഞാൽ ഉടനെ അരി ഇട്ട് നമുക്ക് അരി വേവിച്ച് വെച്ചതിന് ശേഷം മാത്രമേ ചിക്കൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് കൈമ റൈസാണ്. നിങ്ങൾക്കറിയാമല്ലോ 2 ടൈപ്പ് ഉണ്ട് റൈസുകൾ, ബസ്മതി റൈസും കൈമയും. കൈമയാണ് ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. എത്ര കിലോ എന്നൊക്കെ ഉള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്മളത് നെയ്യ് ഇട്ടു, അതിലോട്ട് ഗ്രാമ്പ് ഇട്ടു, ഇനി കറുകപ്പട്ടയാണ് ഇടുന്നത്. ആക്ച്വലി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇതിടുന്നത്. നിങ്ങൾ ബിരിയാണി വെച്ച് കണ്ടിട്ടുണ്ടല്ലോ നേരത്തെ. അതിൽ ഏലക്കയും കൂടെ ആഡ് ചെയ്യും. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം നമുക്കത്. അരി മുക്കാ വേവായ അരിയാണ് എടുത്തേക്കുന്നത്. ഇനി ദം ചെയ്യുമ്പം അതിനകത്തിരുന്നൂടെ ഇത് വേവും.
നമ്മൾ ആദ്യം ഇനിയിപ്പോൾ ചിക്കൻ്റെ പ്രിപ്പറേഷനാണ്. അതിന് മുമ്പ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതൊക്കെ എടുക്കണം. അതിനകത്ത് നിന്ന് നമുക്ക് ആദ്യം ഒനിയൻ ഫ്രൈ ചെയ്തെടുക്കാം. ഒനിയൻ ഫ്രൈ ചെയ്തൊരു ഗോൾഡൻ ബ്രൗണിഷ് കളറാകുന്നിടം വരെ ഫ്രൈ ചെയ്തിട്ട് വേണം അതിനെ കോരി വേറെ പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് വേണം നമുക്ക് കശുവണ്ടിയും റൈസിൻസും ഒക്കെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അടുത്ത് ഇനിയുള്ള കശുവണ്ടി പൈപ്പാണ് ഫ്രൈ എടുക്കാനുള്ളത്. നമ്മൾ ആദ്യം ഒനിയൻ ഫ്രൈ ചെയ്തു. കശുവണ്ടി ഫ്രൈ ആയി വന്നപ്പോഴത്തേക്ക് നമ്മൾ റൈസിൻസ് കൂടെ ആഡ് ചെയ്ത് റൈസിൻസ് നമ്മൾ ഫ്രൈ ആക്കി അതിനെ കോരിയെടുക്കുകയാണ്. എണ്ണ നമ്മളിപ്പോൾ ഫ്രൈ കോരിയില്ല, അതിനകത്തോടെ തന്നെ ആണ് അടുത്ത് ഇടുന്നത്. കുറച്ച് എണ്ണയും കൂടെ ആഡ് ചെയ്ത് അതിലേക്ക് നമ്മൾ ബേ ലീഫ് ഇട്ടു. അടുത്തത് കറുകപ്പട്ട, ഗ്രാമ്പൂ, അടുത്ത ഏലക്കയാണ് ഇടുന്നത്. നല്ലോണം നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ഉള്ളിൽ കൂടെ ആഡ് ചെയ്യാണ്. കേട്ടോ, അതിൻ്റെ പകുതി കേട്ടോ. മതി. നമ്മളിപ്പോൾ ഉപ്പൂടെ ഇട്ടു. എന്നിട്ട് അതിനെ നമുക്ക് വഴറ്റിയെടുക്കാം. അതിലോട്ട് ഇനി ജിഞ്ചറും, അതായത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആഡ് ചെയ്യണം. നമ്മൾ മാരിനേറ്റ് ചെയ്തപ്പോഴും ചെയ്തിരുന്നു. ഇത് വഴറ്റുന്നതിനകത്തിലോട്ടും വേണം. അതിൽ ഇഞ്ചി ആഡ് ചെയ്തു, വെളുത്തുള്ളി ആഡ് ചെയ്തു, സ്വല്പം ഗ്രീൻ ചില്ലിയും കൂടെ ആഡ് ചെയ്തു. ഇനി അതും വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് ടൊമാറ്റോ ആഡ് ചെയ്യാം. ഉള്ളി ഓൾമോസ്റ്റ് ബ്രൗൺ കളറായി. നമുക്കിതിനകത്തോട്ട് ടെർമറിക് ആഡ് ചെയ്യാം. അത് മഞ്ഞൾപ്പൊടി, നമ്മളതിലോട്ട് ഇനി തക്കാളി, അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ആഡ് ചെയ്യണം. തക്കാളിയും കൂടെ വഴന്നിട്ട് ഇനി അടുത്ത ചേരുവകൾ ചേർക്കാൻ. അടുത്ത് എൻ്റെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ മസാലയാണ്. മസാല പൊടിച്ച് വെച്ചത് അത് നല്ലപോലെ ഇളക്കി പച്ചമണം ഇല്ല, ആക്ച്വലി ഇത് ഓൾറെഡി നമ്മൾ വറുത്തിട്ടാണ് പൊടിച്ചേക്കുന്നത്. അതുകൊണ്ട് പച്ചമണം മാറുന്നതിൻ്റെ പ്രശ്നമില്ല. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വേണം ഇനി ചിക്കനോട് ആഡ് ചെയ്യാൻ. അതിലോട്ട് ഇനി നമ്മൾ തൈരോട് ആഡ് ചെയ്ത് കൊടുക്കണം. തൈരോട് നമുക്ക് മിക്സ് ചെയ്തിട്ട് ചിക്കൻ ആഡ് ചെയ്യും. അവസാനത്തെ ഇൻഗ്രീഡിയൻ്റ് ആണ് തേങ്ങാപ്പാൽ. തേങ്ങാപ്പാലോട് ആഡ് ചെയ്ത് ഇറക്കുവാണ്. എന്നിട്ട് വേണം ഇതിനെ ദം ചെയ്യാൻ. ഇറക്കുവാണ്. ഇനി അത് ദമ്മിൻ്റെ പ്രോസസ്സ് തുടങ്ങാം.
ഇങ്ങനെയുള്ള പാത്രത്തിൽ ആദ്യം നെയ്യ് ഒഴിച്ച് അതിലോട്ട് ഞാൻ കഴിക്കുന്ന ചിക്കൻ കറിയാണ്. ഇട്ടോ ഒരു പ്രാവശ്യം കേട്ടോ. അതിലോട്ട് നമുക്കിനി റൈസ് കൂടെ ആഡ് ചെയ്ത് മല്ലിയില, പുതിനയില, അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, ഒനിയൻ, ഇത്രയാണത്. ഇനി അടുത്ത ലെയർ ഇടുകയാണ് നമ്മൾ. ഫസ്റ്റ് ലെയർ കഴിഞ്ഞു, ഇനി സെക്കൻഡ് ലെയർ. രണ്ടാമത്തെ ലെയറിൻ്റെ ചിക്കൻ ഇട്ടു. ഇതിലേക്ക് ഇനി റൈസ് കൂടെ ആഡ് ചെയ്യണം. ബാക്കിയുള്ള ഫുൾ റൈസ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് എന്താണ് പറയുന്നത്, ഒറ്റ ലെയറാക്കുവാണ്. അവസാനം നമ്മൾ പുതിനയില, മല്ലിയില, അപ്പോൾ അതേപോലെ നമ്മൾ അടിച്ചിരിക്കുന്ന റൈസിൻസ് ഇത്രയും കൂടെ ഫുൾ അങ്ങ് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഫുൾ ആഡ് ചെയ്ത് മുകളിൽ നെയ്യ് ഒഴിച്ചാണ് ഇതിനെ ദം ചെയ്യാനായിട്ട് വെക്കുന്നത്. ഇനി നമുക്ക് ദമ്മിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. ദം ചെയ്യാനായിട്ട് മാവ് കുഴച്ച് അതിൻ്റെ സൈഡിലെല്ലാം മാവ് വെച്ച് സീൽ ചെയ്യണം. അത് എയർ പുറത്ത് പോകാതിരിക്കാൻ വേണം. നമുക്കറിയാമല്ലോ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നുള്ളത്. അതിനെ മുകളിൽ വലിയൊരു അടപ്പ് കൊണ്ട് അടച്ച് ഇതിൻ്റെ മുകളിൽ ഇനി ഈ ചിരട്ട കത്തിച്ച് നമുക്ക് ഇടാം. കനൽ ഇവിടെ വിറകില്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് ചിരട്ട കത്തിച്ചാണ് ഇതിനെ കനലുണ്ടാക്കി മുകളിലും താഴെയും തീ കൊടുത്ത് ഇതിനെ ദം ചെയ്യാൻ വെക്കാം. നമുക്കിപ്പോൾ ഇത് ദം ചെയ്യാം. അപ്പോഴത്തേക്ക് എൻ്റെ കൂടെയുള്ള മറ്റ് 2 ഓർഗനൈസേഷൻ്റെ കാര്യം പറയല്ലേ, അവരുടെ ഡീറ്റെയിൽസ് കൂടെ കേൾക്കാം. ഒരു അസോസിയേഷനായ സ്കാൾ എന്ന് പറഞ്ഞ അസോസിയേഷനാണ്. സ്കാളിൻ്റെ പ്രസിഡൻ്റാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത്. അലക്സ് എന്നാണ് പേര്. അലക്സ്, സ്കാളിനെ പറ്റി എന്താണ് കാണുന്നവർക്ക് വേണ്ടി പറയാം, സ്കാൾ എന്താണ്? സ്കാൾ എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണലി എല്ലാ രാജ്യങ്ങളിലും ട്രാവൽ ടൂറിസം മേഖലയിൽ വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസിൻ്റെ ഒരു ഓർഗനൈസേഷനാണ്. ഇത് മറ്റ് രാജ്യങ്ങളിലുള്ളതുപോലെ തന്നെ ഇന്ത്യയിൽ 12-13 ക്ലബ്ബുകൾ ഇപ്പോൾ ഉണ്ട്. അതിൽ ട്രിവാൻഡ്രം ക്ലബിൻ്റെ മെമ്പേഴ്സാണ് ഞങ്ങളെല്ലാവരും. സ്കാൾ കൂടാതെ ഈ കുട്ടികളുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനായിട്ട് YWCയുടെ മെമ്പേഴ്സും ഉണ്ട്. നമുക്ക് YWC മെമ്പേഴ്സിനെ കാണാം. YWCയുടെ മെമ്പറുണ്ട്. നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ഇന്ന് ഇവിടെ ചെയ്യുന്നതെന്നും എന്താണ് ഇതിനുള്ള പ്രചോദനം ചോദിച്ചു നോക്കാം. ഇന്നത്തെ ഞങ്ങളുടെ പരിപാടി ഞങ്ങളുടെ YWC ഒരു വൈദീപ പ്രോഗ്രാം ഇവിടെ LMS സ്കൂളിൽ വെച്ച് ഞങ്ങൾ നടത്തുക. അതിൻ്റെ കൂടെ ഞങ്ങളും കൂടെ ചേർന്നു. നിങ്ങളുടെ ഈ പ്രോഗ്രാമും കുക്കിങ്ങും എല്ലാം കൂടെ ചേർന്നിട്ടുണ്ട്. ഈ പിള്ളേർക്ക് ഒരു ക്ലാസ് പോലെ എടുക്കുക. ടിജോ എന്ന് പറഞ്ഞ് ഒരു ഓർഗനൈസേഷനിൽ വന്ന് പുള്ളിക്കാരൻ ഈ പിള്ളേരായിട്ട് ഇൻട്രാക്ഷനായി ഇപ്പം നടക്കുന്നത്. നമ്മളിപ്പോൾ ഓൾറെഡി ദമ്മ് വെച്ചേക്കുവാണ്. ഇനി ദമ്മ് പൊട്ടിക്കണം. നിങ്ങൾ അതിൻ്റെ അപ്പോഴേ ഒരു കാര്യം ചെയ്യാം. കുട്ടികളുടെ പ്രോഗ്രാം നടക്കുമല്ലായിരുന്നു, നിങ്ങളത് കണ്ടു വെച്ചു. അപ്പോഴത്തേക്ക് ദമ്മാവും. അത് നമുക്ക് ദമ്മ് പൊട്ടിക്കാം.
ദം എടുക്കുവാണ്. വളരെ പയ്യനെ വേണം എടുക്കാനത്. ഇതിനെ ഒരു മിനിറ്റ് തന്നെ എന്റെ കയ്യിൽ തോപ്പ് ഒരു കൊച്ചിനെടുത്ത് രാജ്യമായിട്ട് കൊടുത്തു. എല്ലാ പ്രാവശ്യത്തെ പോലെ ഇപ്പോഴത്തെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ഞെക്കണം. നിങ്ങൾക്ക് ഇന്നത്തെ ബിരിയാണി ഇഷ്ടപ്പെട്ടാണോ മക്കളെ? അപ്പോൾ അടുത്ത ആഴ്ച ഇത് വേറൊരു ഷോമായി കാണുന്ന വരെ ടേസ്റ്റ് ക്രൂസർ സൈനിങ് ഓഫ്.